വാതിൽ തട്ടിയുള്ള ഷൈമയുടെ വിളി എന്നിൽ ബോധമുണ്ടാക്കി. കയ്യിലിരിക്കുന്ന ബ്ലേഡ് ഞെട്ടലോടെ ഞാൻ താഴേക്കിട്ടു. റബ്ബേ, ഞാൻ എന്താ കാണിക്കാൻ പോയത്? ഞാനിത് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പപ്പ, അമ്മായി, സാനിക്ക, ഷൈമ. റബ്ബേ, നീ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? വാ പൊത്തിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. അല്ലു, തുറക്കടാ. ഷൈമയുടെ ശബ്ദത്തിൽ പേടി ഞാൻ തിരിച്ചറിഞ്ഞു. മുഖത്തേക്ക് വെള്ളമൊഴിച്ച് കഴുകി ഞാൻ ഡോറ് തുറന്നു. നീ കരയുമായിരുന്നോ? എന്തിന്? മുഖം കണ്ടാൽ അറിയാലോ. മാറ്, എനിക്ക് ബാത്റൂമിൽ പോകണം. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതും അവൾ കയറി ഡോറടിച്ചു. അപ്പോൾ തന്നെ ഡോറ് തുറന്നു. അല്ലു! ദേഷ്യത്തിൽ അവൾ വിളിച്ചതും ഞാൻ തിരിഞ്ഞു നോക്കി. കയ്യിൽ ബ്ലേഡും പിടിച്ച് എന്നെ നോക്കി പേടിപ്പിക്കുന്നു. എന്താടി ഇത്? ചാവാളിനെ പുറപ്പെടാണോ? ഇന്നാ പിടിക്ക്, ആദ്യം എന്നെ കൊല്ല്, എന്നിട്ട് നീ ചാവ്. ഇന്നാ. അവൾ ദേഷ്യത്തിൽ അടുത്തേക്ക് വന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് ബെഡിലേക്കിരുന്നു. ബ്ലേഡ് വലിച്ചെറിഞ്ഞ് അവൾ അടുത്തിരുന്നെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അല്ലു, മറക്കാൻ ശ്രമിക്ക്, നിനക്ക് പറ്റും. ഉടനെ ആഷികയെ ഉൾക്കൊള്ളാൻ നിനക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നീ മനസ്സ് വെച്ചാൽ നടക്കും. നീ ചെല്ലുന്നതോടുകൂടെ ആഷിഖയുടെയും കുടുംബത്തിനെയും സമാധാനം നഷ്ടാവരുത്. വളർത്തുദോഷം പറഞ്ഞ് അവർ നിന്റെ പപ്പയെ കുറ്റപ്പെടുത്തും. ഷൈമ എന്നെ നേരെത്തി പറഞ്ഞു. എല്ലാം ശരിയാ, പക്ഷെ എനിക്ക് പറ്റില്ലടാ. എങ്ങനെ ഞാൻ മറ്റൊരാളോടൊപ്പം ജീവിക്കും? ആഷികയോട് സംസാരിച്ച് നിനക്ക് കുറച്ച് സമയം വേണമെന്ന് പറയണം. അദ്ദേഹത്തിന് നിന്നെ മനസ്സിലാവും. എനിക്കറിയില്ലടാ ഒന്നും. വീണ്ടും അവൾ ചേർന്നിരുന്ന് കരഞ്ഞു. നേരം കഴിഞ്ഞുപോയി. മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ ഞാൻ മറ്റൊരാളുടെ സ്വന്തമാവാൻ. ഡോറിൽ മുട്ടിയിട്ടതും ഞങ്ങൾ എഴുന്നേറ്റു. സമയം 6 മണി. ഷൈമ പോയി കതക് തുറന്നു. അമ്മായിയും ഷൈമയും ഉമ്മയും അകത്തേക്ക് ചെന്നു. രണ്ടാളും ചെല്ല്, തല നനക്കാതെ കുളിക്കും. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ 6 മണിക്കെത്തും. ഇന്നാ ചായ. ഞങ്ങൾ ഓർണമെന്റ്സും ഡ്രസ്സൊക്കെ എടുത്തു വെക്കട്ടെ. അമ്മായി ധൃതിയിൽ പറഞ്ഞ് ചായക്കപ്പ് വെച്ചിട്ട് താഴേക്ക് പോയി. നീ ആദ്യം പോയി കുളിക്ക്. ഷൈമ എന്നെ ഉന്തിത്തള്ളി വിട്ടു. ഷവറിനടിയിൽ നിൽക്കുമ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുളിച്ചിറങ്ങിയപ്പോൾ ഷൈമ കുളിക്കാൻ കയറി. എന്റെയും അവളുടെയും പിങ്ക് ലഹങ്കയും ഓർണമെന്റ്സും ബെഡിൽ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് ആയിരുന്നു. പിങ്ക് ലഹങ്കയിൽ ഞങ്ങൾ രണ്ടും സൂപ്പറാണെന്ന് കണ്ടവരൊക്കെ പറഞ്ഞു. പക്ഷേ മുഖത്ത് സന്തോഷം വരുത്താൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ഫോട്ടോ എടുപ്പും മറ്റും കഴിഞ്ഞതും പപ്പയുടെ കൂടെ കാറിൽ ഞാനും ഷൈമയും ഹാളിലേക്ക് പോയി. ഹാളിന് മുന്നിൽ കാർ നിന്നു ഞങ്ങൾ അകത്തേക്ക് നടന്നു. ക്യാമറാമാൻസ് ഓരോന്നും ചെരിഞ്ഞും കിടന്നുമൊക്കെ പിക്ക് എടുക്കുന്നുണ്ട്. പുത്തൻപുരക്കൽ തറവാടിന്റെ പ്രൗഢി വിളിച്ചു വന്ന ഡെക്കറേഷൻ ആയിരുന്നു ഹാളിൽ. ഒരുപാട് ആഗ്രഹിച്ച സ്വപ്നതുല്യമായ നിമിഷങ്ങൾ. പക്ഷെ ആഗ്രഹിച്ചൊന്നും മാത്രമില്ല. നടക്കുമ്പോൾ വീണു പോകുമെന്ന പേടിയുണ്ടായിരുന്നു ഉള്ളിൽ. ബാക്ക് സൈഡിലുള്ള ഗ്രീൻ റൂമിലാണ് ഞങ്ങളെ കൊണ്ടിരുത്തിയത്. ഫ്രണ്ട്സൊക്കെ വന്ന് പിക്ക് എടുക്കുന്നുണ്ട്. 1/2 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ദഫ്മുട്ടിന്റെ ശബ്ദം കേട്ടു. ചെക്കന്മാരെ കാണാനായി എല്ലാവരും അങ്ങോട്ടേക്ക് ധൃതിയിൽ പോയി. ആ ദഫ്മുട്ട് അതിൻ്റെ ഇരട്ടിയായി എൻ്റെ നെഞ്ചിലിടിക്കുന്നുണ്ട്. ഓടി രക്ഷപ്പെടാൻ തോന്നുന്നുണ്ട്. ചുറ്റിനുമുള്ളവരുടെ സന്തോഷത്തിൽ എൻ്റെ സങ്കടം ഞാൻ മറച്ചു പിടിക്കുകയാണ്. ദേ നിക്കാഹ് നടക്കുക, ദുആ ചെയ്യ്. അമ്മായി വന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും കൈകൾ നെഞ്ചോളം ഉയർത്തി ദുആ ചെയ്തു. റബ്ബേ, അയാൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. പപ്പ എന്തോ സംസാരിക്കുന്നുണ്ട്. പിന്നെ ദുആയുടെ ശബ്ദം. അറബിയിൽ ഉസ്താദ് പറയുന്നത് ആരൊക്കെയോ ഏറ്റു പറയുന്നുണ്ട്. നിക്കാഹ് കഴിഞ്ഞുട്ടോ. കസിൻസ് ഓടി വന്ന് പറഞ്ഞു. എൻ്റെ കണ്ണിൽ നിന്ന് ഉള്ളം കൈയിലേക്ക് കണ്ണീർ വീണു. ഞാൻ മറ്റൊരാളുടേതായിരിക്കുന്നു. ഞാൻ കാരണം ഷൈമാക്കും സന്തോഷമൊന്നുമില്ല. വാ, എഴുന്നേൽക്ക്. അമ്മായി വന്ന് എന്നെയും ഷൈമയെയും വിളിച്ചു. ഞങ്ങൾ എഴുന്നേറ്റ് ചെന്നു. കസിൻസ് ഞങ്ങളുടെ മുകളിലായി നെറ്റിൻ്റെ തുണി പിടിച്ചു. അതിന് താഴെയായി ഞങ്ങൾ സ്റ്റേജിലേക്ക് നടന്നു. ഇടയ്ക്ക് തലമുക്കി നോക്കിയപ്പോൾ 2 സോഫയിൽ ഒന്നിൽ സാനിക്കയും ഒന്നിൽ അയാളും. രണ്ടുപേരും നേവി ബ്ലൂ കളറിലെ ഒഫീഷ്യൽ സ്യൂട്ടാണ്. ഞങ്ങൾ അവിടെ അടുത്തായി കൊണ്ടിരുത്തി. അയാളുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്ന് താലി കൊടുത്തു. സാനിക്കാക്ക് സനിയും. രണ്ടാളും ഒരേ സമയം ഞങ്ങൾ മഹറണീച്ചു. അപ്പോഴും എന്തിനെന്നില്ലാതെ കണ്ണീർ താഴേക്ക് വീണു. അത് അയാളുടെ കയ്യിലാണ് വീണത്. അയാൾ മുഖമുയർത്തി എന്നെ നോക്കിയിട്ട് ഇരുകണ്ണുകളും ചിമ്മി. എന്നിട്ട് പുഞ്ചിരിച്ചു. തിരിച്ചിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ ഫോട്ടോ
എല്ലാം കഴിഞ്ഞ് ഇരു കാറുകളിലായി സാനിക്കയും അയാളും കയറി. ഷൈമായും. അവൾ കരഞ്ഞില്ല, കാരണം അവളുടെ ഉമ്മയും ഒപ്പമുണ്ടല്ലോ. പക്ഷേ ഞാൻ പപ്പയും അമ്മായും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒരുപാട് നേരമായി പൊട്ടിക്കരയാൻ തോന്നിയിരുന്നു. അത് പപ്പയുടെ നെഞ്ചിൽ വീണ് ഒഴുക്കിക്കളഞ്ഞു. അയാളോടൊപ്പം കാൽ കയറി 2 കാറുകളും 2 വഴിയിലേക്ക് തിരിഞ്ഞു. കാറിൽ ഞാനും അയാളുമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ കാറാണ്. ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇയാൾ കരയുവാണോ? അയാളെന്നോട് സൗമ്യമായി ചോദിച്ചു. ഞാൻ മുഖം തിരിച്ചു നോക്കി. ഒന്നും പറഞ്ഞില്ല. തൻ്റെ സമ്മതമില്ലാതെ തന്നെ നിക്കാഹിയിൽ നിന്ന് അന്ന് വൈകിട്ട് തന്നെ ഞാൻ സാനിബിനോട് പറഞ്ഞതാ. പക്ഷേ സാനിബിനെ നിർബന്ധിച്ചു. കാരണം താൻ കാത്തിരിക്കുന്നയാളുടെ നിക്കാഹ് കഴിഞ്ഞെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ കൂടെ കൂട്ടണമെന്നും. ഞാൻ അയാൾ പറഞ്ഞു കേട്ട് അയാളെ തന്നെ നോക്കിയിരുന്നു. അപ്പോൾ സാറിന് വിവാഹം കഴിഞ്ഞ് സാനിക്ക ഹൽദിക്ക് അറിഞ്ഞിരുന്നു. താൻ സംസാരിക്കില്ലേ, അതോ എന്നോട് മാത്രമാണോ? അതിന് ഞാൻ മറുപടി കൊടുത്തില്ല. അയാളൊന്നും മിണ്ടിയതുമില്ല. കാറ് ചെന്ന് നിന്നത് കാഴ്ചയിൽ ഞങ്ങളുടെ വീടിനോടുള്ള ഒരു വീടിൻ്റെ മുമ്പിലാണ്. മുറ്റത്ത് നിരന്നു കിടക്കുന്ന കാറുകൾ. എന്നെയും അയാളെയും സ്വീകരിക്കാനായി ഒരുപാട് പേരുണ്ടായിരുന്നു മുന്നിൽ. ഞങ്ങൾ കാറിൽ നിന്നിറങ്ങിയതും അയാൾ അടുത്തേക്ക് വന്നു. ഞാൻ അയാളോടൊപ്പം അകത്തേക്ക് കയറി. അവിടുത്തെ ഉമ്മ എന്നെ ഒരു പാത്രം വെള്ളം കയ്യിൽ തന്ന് സ്വീകരിച്ചു. ഞാൻ വലതുകാൽ വെച്ച് അറക്കൽ തറവാടിൻ്റെ മരുമകളായി അകത്തേക്ക് കയറി. പക്ഷെ മനസ്സിപ്പോഴും കൈപ്പിടിയിലല്ല. ആഷി, മോളെയും കൊണ്ട് റൂമിലേക്ക് ചെല്ലും. ബെഡിൽ 2 ആൾക്കുള്ള ഡ്രസ്സും ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ അലീമയുടെ വീട്ടിൽ നിന്ന് ആളുകൾ വരും. ആ ഉമ്മ അയാളെ നോക്കി പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി. വാ. അയാൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ ഉമ്മയെ നോക്കിയിട്ട് അയാളോടൊപ്പം നടന്നു. എല്ലാവരും എന്നെ നോക്കി ചിരിച്ചു. ഞാനും പാടുപെട്ട് ചിരിച്ചു. സ്റ്റെയർ കയറി അയാളോടൊപ്പം നടന്നു. മുകളിലെ വിശാലമായ ഹാൾ. അതിന് ഇരുവശത്തുമായി 6 ഡോറുകൾ. ഹാളിന് അവസാനം ബാൽക്കണി. വലത്തെ സൈഡിൽ ബാൽക്കണിയോട് ചേർന്നുള്ള ഡോറിന് നേരെ അയാൾ നടന്നു. ഞാനും. റൂം തുറന്ന് അയാൾ എനിക്കായി മാറി തന്നു. ഞാൻ അകത്തേക്ക് കയറി. ലഹങ്കയും ഓർണമെന്റ്സ് എല്ലാം കൂടെ നല്ല ഭാരം. അതിലും ഇരട്ടി നെഞ്ചിലും. ബെഡിൽ ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ഒരു ഡാർക്ക് റെഡ് ചുരിദാർ. അയാൾക്ക് അതേ കളർ ഷർട്ടും ബ്ലാക്ക് പാൻറ്റും. ഡോ, അതാണ് ബാത്റൂം. ദേ ഡ്രസ്സ്. താൻ റെഡിയായിട്ട് വിളിക്കും, ഞാൻ പുറത്തുണ്ടാവും. അതും പറഞ്ഞ് ഡോർമെൻസ് അയാൾ പോയി. ഞാൻ ഡോറ് ലോക്ക് ചെയ്തു. ഒറ്റയ്ക്കായപ്പോൾ വീണ്ടും കരഞ്ഞു. പെട്ടെന്ന് ഡോറിൽ തട്ടുന്ന സൗണ്ട്. ഡോ, സാനിബ് വിളിക്കുന്നു, തന്നോട് സംസാരിക്കാനാ. ഡോർ ഓപ്പൺ ചെയ്യാമോ? അയാളുടെ സൗണ്ട് കേട്ടതും ഞാൻ ഡോർ തുറന്നു. അയാൾ ചിരിയോടെ ഫോൺ എനിക്ക് നീട്ടി. താൻ സംസാരിക്കും, ഞാനപ്പോഴേക്കും റെഡിയാകും, ഓക്കെ? ഞാൻ ഫോൺ വാങ്ങിയിട്ട് തലയാട്ടി. അയാൾ ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറി. ഞാൻ ഫോൺ ചെവിയിലേക്ക് വെച്ചു. ഹലോ അലകൂട്ട, നീ ഓക്കെ അല്ലേ? അവിടെ ഷൈമ, പപ്പ, അമ്മായി എല്ലാവരും ഇവിടെ ഉണ്ട്. അങ്ങോട്ടേക്ക് വരാനുള്ള ഒരുക്കത്തിലാണ്. നിങ്ങൾ വരുമോ? ഞങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞു. പിന്നെ നീ ഇങ്ങോട്ടല്ലേ വരണേ? ആഷിർ ഫ്രഷ് ആവുന്നുണ്ട്. ശരി, വെക്കുവാണേ. ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞപ്പോൾ റെഡിയായി മിററിൽ നോക്കി മുടിച്ചിരിക്കുന്ന അയാളെയാണ് കണ്ടത്. ഫോൺ. ഞാൻ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ടേബിൾ വെച്ചോ, എന്നിട്ട് പോയി ഫ്രഷ് ആയിക്കോ, ഞാൻ പുറത്തിരിക്കാം എന്നും പറഞ്ഞ് അയാൾ എന്നെ നോക്കി. ഞാൻ തലയാട്ടി. എന്നിട്ട് ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. ഡോ, അവിടുന്ന് കരഞ്ഞ് ലേറ്റാക്കല്ലേ, തനിക്ക് തൻ്റെ വീട്ടിലെത്തിയിട്ട് കരയാൻ ഒരുപാട് ടൈം വരാം. അതും പറഞ്ഞ് അയാൾ വീണ്ടും മുടിയൊതുക്കാൻ തുടങ്ങി. ഞാൻ മിണ്ടാതെ ബാത്റൂമിൽ കയറി വേഗം കുളിച്ച് റെഡിയായി. റൂമിൽ വന്നപ്പോൾ 4 പെൺകുട്ടികൾ. എൻ്റെ പ്രായമൊക്കെ കാണും. വാ, ഞങ്ങൾ ദീദിയെ ഒരുക്കാൻ വന്ന. അതും പറഞ്ഞവർ എന്നെ പിടിച്ചിരുത്തി. ദീദിക്ക് ഞങ്ങളൊക്കെ അറിയോ? ഇല്ലെന്ന് ഞാൻ തലയാട്ടി. ഞങ്ങൾ ആഷിക്കാടെ പെങ്കിൾസാണ്, അതായത് ആഷിക്കാടെ ഉപ്പാടെ അനിയൻ്റെ മക്കള്. ഞാൻ 4 ആളെയും നോക്കി ചിരിച്ചു. ഞാൻ ഷാഹിന, എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടോ, ഒരു കുഞ്ഞുണ്ട്. ഞങ്ങൾ ദുബായിൽ സെറ്റിൽഡാണ്. ഞാൻ ഷഹാന, MBBS ചെയ്യാം, ഇപ്പോൾ 4th ഇയർ, ഇവിടെ തന്നെയാണ്. ഞാൻ ഷബാന, എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ. ഞാൻ ഷംന, +2 പഠിക്കുക. 4 ആളും പരിചയപ്പെടുത്തി. ഞാൻ അവർ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞു. അവർ അപ്പോഴേക്കും എന്നെ ഒരുക്കി താഴേക്ക് കൊണ്ടുവന്നു. അയാളെയും എന്നെയും ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്തു. ഓരോരുത്തരെയും വന്ന് പരിചയപ്പെട്ടു. കൺമുമ്പിൽ ഇത്രയും പേരുണ്ടായിട്ടും മനസ്സിൽ സാറിൻ്റെ മുഖം മാത്രം. കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ആളുകൾ വന്നു. അവരെല്ലാം വീടൊക്കെ കണ്ട് ഫുഡ് കഴിച്ചു. ഇറങ്ങാറായപ്പോൾ അവിടുത്തെ ഉമ്മ കയ്യിൽ പിടിച്ച് എൻ്റെ കവിളിൽ തലോടി. മോളെ, നാളെ തന്നെ വരണം. ഉമ്മാക്ക് മോളോട് മിണ്ടാൻ പോലും പറ്റിയില്ല. ഞാൻ പുഞ്ചിരിയോടെ തലയാട്ടി. ഞാനും അയാളും ഇങ്ങോട്ടേക്ക് വന്ന കാറിൽ കയറി. എൻ്റെ റിലേറ്റീവ്സ് വന്ന കാറുകൾക്ക് പിന്നാലെ ഞങ്ങളുടെ കാറും ഓടിത്തുടങ്ങി. വീടൊക്കെ ഇഷ്ടമായത് എനിക്ക്? അയാളുടെ ചോദ്യത്തിന് ഞാൻ തലയാട്ടി. എന്നോട് സാനി പറഞ്ഞ് അവരുടെ വായാടിയാണ് കുറുമ്പിയാണെന്നൊക്കെയാണ്. പക്ഷെ താനൊരു മിണ്ടാപൂച്ചയാണല്ലോ. എൻ്റെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് അയാൾ ചെറുതായിട്ട് പാട്ട് വെച്ചു. എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയോ വേണം. താനേതായാലും മൗനവ്രതല്ലേ, അതുകൊണ്ടാണ് പാട്ട് വെച്ച്. അയാൾ പറഞ്ഞതും ഞാൻ തലയാട്ടി പുറത്തേക്ക് നോക്കിയിരുന്നു. വീടിൻ്റെ മുറ്റത്ത് കാറിൽ നിന്നും ഞാൻ ഡോർ തുറന്നിറങ്ങി അകത്തേക്ക് നടന്നു.
മോളെ മോൻ കൂടെ വരട്ടെ. പപ്പ പറഞ്ഞു. ഞാൻ നിന്നു. അയാൾ കാർ പോർച്ചിലേക്കിട്ട് അടുത്തേക്ക് വന്നു. അയാൾക്ക് സാനിക്കയും പപ്പയും കമ്പനി കൊടുത്തു. ഹാളിൽ ഇരുന്നവർ സംസാരിച്ചു. അമ്മായി എന്നെയും ഷൈമയും റൂമിൽ കൊണ്ടിരുത്തി. ഷൈമ അടുത്തേക്ക് വന്നു. അവിടെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ആഷിക സംസാരിച്ചോ? നീ പറഞ്ഞോ? ഇല്ല. പിന്നെയും ഞങ്ങൾ ഓരോന്നൊക്കെ സംസാരിച്ചു. സമയം കടന്നു പോകുന്നവരും പേടി കൂടി വന്നു. റിലേറ്റീവ്സൊക്കെ നാളെ റിസപ്ഷന് വരാമെന്ന് പറഞ്ഞ് പോയി. രണ്ടാളും വാ കഴിക്കാം. അമ്മായി വന്ന് വിളിച്ചതും ഞങ്ങൾ ഡൈനിങ് ഹാളിൽ ചെന്നു. ഞാനും ഷൈമയുടെ അടുത്തിരിക്കാൻ പോയതും അമ്മായി എന്നെ പിടിച്ച് അയാളുടെ അടുത്തിരുത്തി. ഷൈമ സാനിക്കയുടെ അടുത്ത്. പപ്പയും സാനിക്കയുടെ ഉപ്പയും ഞങ്ങളുടെ കൂടെ ഇരുന്നു. എല്ലാവരും കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്കെപ്പോഴോ മുഖമുയർത്തിയപ്പോൾ എന്നെയും അയാളെയും സന്തോഷത്തോടെ നോക്കുന്ന പപ്പയാണ് കണ്ടത്. ആ കൺകോളിൽ കണ്ണീരുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചെണീറ്റതും അയാളും സാനിക്കയും ബാൽക്കണിയിൽ പോയി സംസാരിച്ചിരുന്നു. ഞാൻ പപ്പയുടെ റൂമിലേക്ക് നടന്നു. പപ്പ. ഉമ്മയുടെ ഫോട്ടോയിൽ നോക്കിയിരുന്ന പപ്പ കണ്ണുകൾ തുടച്ച് എന്നെ നോക്കി. ഞാൻ അടുത്തേക്ക് ചെന്നു. പപ്പ എന്നെ ചേർത്ത് പിടിച്ചു. ഞങ്ങൾ രണ്ട് ഉമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി. അല്ലു, പപ്പക്കറിയാം മോള് പപ്പക്ക് വേണ്ടിയാണ് എല്ലാത്തിനും സമ്മതിച്ചെന്ന്. പക്ഷേ മോളൊരിക്കൽ മനസ്സിലാക്കും പപ്പയുടെ തീരുമാനമാണ് ശരിയെന്ന്. മോള് സഫീറിനെ സ്നേഹിച്ചു, ശരിയാണ്. പക്ഷേ മോളിൽ നിന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. പടച്ചോന്റെ കിതാബിൽ നിന്റെ പേരിനൊപ്പം എഴുതി ചേർത്തത് ആഷിറിന്റെ പേരാണ്. അവൻ മോളെ മനസ്സിലാക്കും, സ്നേഹിക്കും. അത് പപ്പക്ക് ഉറപ്പുണ്ട്. മോള് പപ്പാക്ക് ഒരു വാക്ക് തരണം. പപ്പയെയും ഉമ്മയും തൊട്ട് സത്യം ചെയ്യണം. ഞാൻ പപ്പയെ സംശയത്തോടെ നോക്കി. ഒരിക്കലും ആഷിറിനെ വിഷമിപ്പിക്കില്ലെന്ന് സത്യം ചെയ്യും. പപ്പ എൻ്റെ ഒരു കൈ ഉമ്മയുടെ ഫോട്ടോയിലും ഒരു കൈ പപ്പയുടെ തലയിലും വെച്ചു. സത്യം ചെയ്യും മോളെ. പപ്പ വീണ്ടും പറഞ്ഞു. ഞാൻ പപ്പയെയും ഉമ്മയെയും നോക്കി. ഞാനൊരിക്കലും അദ്ദേഹത്തെ വിഷമിപ്പിക്കില്ല. അപ്പോഴേക്കും പപ്പ സന്തോഷത്തോടെ എന്നെ ചേർത്ത് പിടിച്ചു. ഇക്ക. അമ്മായിയുടെ ശബ്ദം കേട്ടതും ഞങ്ങൾ ഡോറിനടുത്തേക്ക് നോക്കി. ആഹാ, നീ ഇവിടെയാണല്ലോ. നിന്റെ തിരക്ക് എത്ര നേരമായിട്ട് നടക്കുക? വാ, ആഷി റൂമിലേക്ക് പോയിട്ട് നേരം കുറയായി. പപ്പയെ നോക്കിയിട്ട് ഞാൻ അമ്മായിയുടെ ഒപ്പം നടന്നു. അമ്മായി കിച്ചണിൽ നിന്ന് 2 ഗ്ലാസ് പാൽ കൊണ്ടുവന്ന് ഒന്ന് ഷെയ്മാക്കും ഒന്ന് എനിക്കും തന്നു. ഞങ്ങൾ പരസ്പരം നോക്കി. എന്താ നോക്കുന്നേ? ചെല്ലി രണ്ടാളും. അമ്മായി പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും മുകളിലേക്ക് പോയി. ഞാനും ഷൈമയും ഒന്നുകൂടെ പരസ്പരം നോക്കിയിട്ട് റൂമിന്റെ ഡോറ് തുറന്ന് കയറി. ഞാൻ അകത്തേക്ക് കയറി ഡോറടച്ചു. ഡോറടച്ച് തിരിഞ്ഞതും റൂമിൽ ആരുമില്ല. ഞാൻ ചുറ്റിനും നോക്കി. പാല് ടേബിൾ വെച്ച് ബാൽക്കണിയിൽ നോക്കി. അപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് ആള് ഇറങ്ങി വന്ന്. ആ, താൻ വന്നു. ഞാനൊന്ന് ഫ്രഷ് ആവുമായിരുന്നു. എന്നെ നോക്കി ചോദിച്ചിട്ട് അയാൾ ടേബിളിലും മറ്റും കണ്ണോടിച്ചു. ഹെയർ ഡ്രയർ ഉണ്ടോ? എന്നെ നോക്കി ചോദിച്ചു. ഞാൻ വാർഡ്രോബ് തുറന്ന് എൻ്റെ ഡ്രയർ എടുത്തു കൊടുത്തു. താങ്ക്സ്. അതെന്ന് പറഞ്ഞ് പുള്ളി മുടി ഉണക്കാൻ തുടങ്ങി. ഞാൻ അവിടെ നിന്നു. താനെന്താ നിൽക്കുന്നത്? ഇരിക്കടോ. അയാളത് പറഞ്ഞതും ഞാൻ ബെഡിലിരുന്നു. അയാൾ ഡ്രയർ വാർഡ്രോബിൽ വെച്ചിട്ട് ബെഡിൽ കുറച്ചു മാറി വന്നിരുന്നു. തനിക്ക് ക്ഷീണമുണ്ടോ? ഇല്ലെന്ന് ഞാൻ തലയാട്ടി. അയാൾ എന്നെ നോക്കി. ഞാനും. തനിക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. തൻ്റെ കോളേജ് എവിടെയാ? പാലാരിവട്ടം, അവിടെയുള്ള ലോ കോളേജ്. ആഹാ, എൻ്റെ ഓഫീസ് അതിന് കുറച്ച് അപ്പുറത്താണ്. തനിക്ക് എന്നാ ഇനി പോവേണ്ടത്? നെക്സ്റ്റ് മൺഡേ. ആ, ഇവിടെ നിന്നാ എൻ്റെ വീട്ടിൽ പോകുന്നതെന്നറിയോ? ഇല്ലെന്ന് ഞാൻ തലയാട്ടിയതും അയാൾ താടി കൈവച്ചെന്നെ നോക്കി. സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് തനിക്ക് തലയാട്ടിലും മൂളിലും മാത്രമേ ഉള്ളല്ലോ. ഞാനൊന്നും മിണ്ടാതെ പാലെടുത്ത് നീട്ടി. അയാൾ അറിയാതെ ചിരിച്ചതും ഞാൻ നോക്കി. അയാൾ ചിരിച്ചുകൊണ്ട് വീണ്ടും എന്നെ നോക്കി. ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഞാൻ പാല് നൈറ്റ് കുടിക്കില്ല. താൻ കുടിച്ചോ? ഞാനും കുടിക്കില്ല. പിന്നെന്തിനാ കൊണ്ടുവന്ന്? അമ്മായി തന്നുവിട്ടതാ. ശരി, അതവിടെ വെച്ചേക്ക്. താൻ കിടന്നു. അല്ല, തനിക്ക് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ ആവും. കാരണം മനസ്സുകൊണ്ട് താൻ എന്നെ സ്വീകരിച്ചാൽ പിന്നെ ഞാനായിട്ട് കരയിക്കുകയില്ല, ആരെക്കൊണ്ടും കരയിപ്പിക്കാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഇപ്പം കരഞ്ഞു തീർത്തോ. ഞാൻ വേണ്ടെന്ന് തലയാട്ടി. പാല് ടേബിൾ വെച്ചിട്ട് ഞാൻ ബെഡിൽ നിന്ന് എണീറ്റു. എങ്ങോട്ടാ? കിടക്കാൻ. ആ, ഒരു കാര്യം, നമ്മൾ തമ്മിൽ ഇഷ്ടക്കുറവുണ്ട്. സോറി, തനിക്ക് എന്നോട് ഇഷ്ടക്കുറവുണ്ട്. എന്നെ ഉൾക്കൊള്ളാനും തനിക്ക് പറ്റില്ല. അതുകൊണ്ട് താൻ വേണമെന്ന് പറയാതെ ഒരിക്കലും നമുക്കിടയിൽ ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ താഴെ കിടക്കലും പ്രഹസനങ്ങളൊന്നും വേണ്ട. സോ തനിക്ക് ബെഡിൻ്റെ സൈഡിൽ കിടക്കാം, ഞാൻ ആ സൈഡിൽ. ഓക്കെ? ഉറച്ച ശബ്ദത്തിൽ അത്രയും പറഞ്ഞ് അയാൾ കിടന്നു. ഞാൻ മടിച്ചിരുന്നതും അയാൾ എണീറ്റ് എന്നെ നോക്കി. തനിക്ക് എന്നെ കണ്ടിട്ട് വാക്കിന് വിലയില്ലാത്ത ആളായിട്ട് തോന്നുന്നുണ്ടോ? ഞാനില്ലെന്ന് തലയാട്ടി. എന്നാ കിടക്കാൻ നോക്ക്. അല്പം ദേഷ്യം കലർന്ന രീതിയിൽ അതും പറഞ്ഞ് അയാൾ കിടന്നു. ഞാൻ ലൈറ്റ് ഓഫാക്കി നൈറ്റ് ലാമ്പിട്ട് ബെഡിൻ്റെ അറ്റത്തായി കിടന്നു. അപ്പോഴേക്കും വീണ്ടും സാറും ഓർമ്മകളും എന്നെ നോവിക്കാൻ തുടങ്ങി. അടുത്ത ആളുണ്ട്, അതും എൻ്റെ കഴുത്തിലെ മഹറിൻ്റെ അവകാശം. അതുകൊണ്ട് നിശബ്ദമായി കരഞ്ഞു തീർത്തു.
കുറേ നേരം തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് കരഞ്ഞു. പിന്നെ എപ്പോഴും ഉറങ്ങി. ഡോറിൽ മുട്ടുകേട്ടതും ഞാൻ കണ്ണു തുറന്നു. അല്ലു മോളെ, അമ്മായിയാണ് വിളിക്കുന്നത്. ഞാൻ സൈഡിലേക്ക് നോക്കി. ആളില്ല. ബാത്റൂമിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ എണീറ്റിരുന്ന് മുടികെട്ടി. ഡോറ് തുറക്കാൻ എണീറ്റതും പുള്ളിക്കാരൻ ബാത്റൂമിൽ വന്ന് ഡോറ് തുറന്നു. അമ്മായി ചായക്കപ്പുമായി വന്ന് നിൽക്കുവാണ്. അയാളെ നോക്കി ചിരിച്ചു. എന്നെ നോക്കി പേടിപ്പിക്കുകയും ചെയ്തു. ഞാൻ ക്ലോക്കിൽ നോക്കി. സമയം 8 മണി. ഗുഡ് മോർണിംഗ് ആൻറ്റി. ഗുഡ് മോർണിംഗ് മോനെ. അയാളെ നോക്കി അമ്മായി പറഞ്ഞിട്ട് ചായക്കപ്പ് നീട്ടി എന്നെ ദേഷ്യത്തിൽ നോക്കി. ഞാൻ എണീറ്റെന്ന് ആ കപ്പ് രണ്ടും വാങ്ങി. वो कोई आम लड़की नहीं है। इस गद्दी के जानशीन की बीवी है। तुम जो चाहे कर सकती हो, जैसे चाहे बन सकती हो। तुम एक अच्छी हमसफर बन सकती हो, एक बेहतरीन हमसफर। तुम बहुत खूबसूरत हो, बहुत प्यारी हो, मीरापुर, हिम्मत वाली, हौसले वाली, किसी से न डरने वाली। मेरी मीरा बेहद खूबसूरत, बेहद हसीन। बीवी हो और मीरा सिर्फ नहीं है।